ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഏകദേശം 40 വീടുകളിലെ വെള്ളം മലിനമായിരിക്കുകയാണ്. ഞങ്ങൾ ഒക്ടോബർ അവസാനമാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ മുന്നേ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒക്ടോബർ അവസാനത്തോടു കൂടി ഞങ്ങൾ കുറച്ച് വീടുകളിലെ പ്രശ്നം ഉണ്ടായപ്പോൾ വാട്ടർ അതോറിറ്റി കൊണ്ടുപോയി ചെക്ക് ചെയ്തു, പഞ്ചായത്തിൽ പരാതി കൊടുത്തു, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പരാതി കൊടുത്തു. പക്ഷേ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതിൽ അസിഡിറ്റിയും അതുപോലെ ഹെവി മെറ്റൽസും ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് പോയി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റിപ്പോർട്ട് വന്നു. 7 കിണറുകളിലെ വെള്ളത്തിലെ റിപ്പോർട്ട് ഹൈ അസിഡിറ്റി, അതായത് 3.3, 3.9 ഒക്കെയാണ് അസിഡിറ്റി. നമ്മുടെ വയറ്റിലുള്ള ആസിഡിൻ്റെ ഏകദേശം സമീപത്തെത്തുന്ന അസിഡിറ്റിയാണ്. അതുപോലെ ഹെവി മെറ്റൽസ് ആയ അയൺ, കോപ്പർ, മാംഗനീസ് അത് ഈ വെള്ളത്തിലുണ്ടെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ടെസ്റ്റ് റിസൾട്ടിലുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇതുവരെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് 40 വീടാണെങ്കിലും ഏകദേശം 1/2 കിലോമീറ്റർ, ഒരു 100 മീറ്റർ വീതിയിൽ 1/2 കിലോമീറ്ററോളം ഭാഗത്ത് ഇത് വ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കുടിവെള്ളം കൊടുക്കാൻ പോലും നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നവംബർ ആദ്യം ഒരു മാസ് പെറ്റീഷൻ കൊടുത്തു. 33 പേര് ഒപ്പിട്ട ഒരു മാസ് പെറ്റീഷൻ റെസിഡൻസ് അസോസിയേഷൻ കൊടുത്തു. അതിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വളരെ വ്യക്തമായി 19 ഡിസംബറിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു ലെറ്റർ കൊടുത്തു. ഈ വെള്ളം ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾട്ടർനേറ്റ് വാട്ടറിന്റെ അറേഞ്ച്മെന്റ് ചെയ്യണം, ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഉള്ള ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വെള്ളം കൊടുക്കുന്നില്ല. പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോൾ ഇന്ന് തന്നെ 4ഓളം ആൾക്കാർ ഹോസ്പിറ്റലിലാണ്. എൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ICUലാണ്. വെള്ളത്തിന്റെ മലിനീകരണ കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും അവിടെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്ഥാപനം, ഒരു ഇൻഡസ്ട്രി ഉള്ളത് ഒരു പ്രിന്റിംഗ് പ്രസ്സാണ്. ആ പ്രിന്റിംഗ് പ്രസ്സിൽ 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആ പ്രിന്റിംഗ് പ്രസ്സിൽ ഈ 2024 ഡിസംബർ വരെ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് മാനേജ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ വേസ്റ്റ് നേരെ മണ്ണിലേക്ക് വിട്ടിരുന്നു എന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലെറ്ററിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അവരിപ്പം നിഷ്കർഷിച്ചിരിക്കുന്നു, ഇനി വരുന്ന ഹസാർഡസ് വേസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന ഡിസ്പോസൽ സെന്ററിൽ കൊണ്ടുപോയി ഒഴുക്കണമെന്ന് ഇപ്പോൾ 2024 ഡിസംബർ 31 ശേഷം അവർ നിഷ്കർഷിച്ചിരിക്കുന്നു. ഇപ്പൊ അവർ കൺസെന്റ് പുതുക്കി കൊടുത്തിട്ടില്ല. 31 ശേഷം കൺസെന്റ് ഇല്ല. അപ്പൊ ഈ 20 വർഷം ഒഴുക്കിയ വിഷം ഞങ്ങളെ എല്ലാം കിണറ്റിലേക്കാണ് പോയേക്കുന്നത്. പക്ഷെ അധികൃതർക്ക് ഞങ്ങളോട് എന്താണെന്നറിയത്തില്ല. പൊളിറ്റിക്കൽ പവറാണോ അതോ മണി പവറാണോ എന്താണെന്നറിയില്ല. നമ്മളടുത്ത് കൂടുതൽ വെള്ളം പോലും തരാൻ അധികൃതർ ഒരുങ്ങുന്നില്ല. ഇപ്പൊ ഈ ഒരു കാര്യം മീഡിയയിലൂടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യമൊന്നുമില്ല. പേര് നമ്പർ ഒന്ന് പറയൂ. എൻ്റെ പേര് രാഹുൽ ചിത്ത്. നമ്പർ പറയൂ. 9745336321. അതെ, ഇത് അതിന്റെ ഒരു അസിഡിറ്റി ചെക്ക് ചെയ്തതിന്റെ ഒരു മാപ്പാണ്. എനിക്കൊന്ന് മെസ്സേജ് ഒക്കെ ഞാൻ വാട്സപ്പ് ചെയ്യാം. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതാണ് ഈ പറയുന്ന നമ്മൾ സബ്ജക്ട് ചെയ്തിട്ടുള്ള ഈ പ്രിന്റിംഗ് പ്രസ്. ഇതാണ്, ഇവിടെയാണ് 3.3, 3.9 വരുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് പോകുന്നതോറും ഈ ഏരിയയിൽ വരുമ്പോഴത്തേക്ക് 5 ആകുമ്പോൾ ഞങ്ങള് ഇതിന്റെ ഇതുവരെ ചെക്ക് ചെയ്തിട്ടുള്ളത് 14 കിണറുകളിലെ വെള്ളമാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 14 കിണറുകളിലെ വെള്ളവും മലിനമാണെന്നുള്ള റിപ്പോർട്ടാണ്. 7 എണ്ണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെക്ക് ചെയ്തതും 7 എണ്ണം പബ്ലിക് ഹെൽത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്തതുമാണ്. ഇത് 14 എണ്ണത്തിലും പറയുന്നത് ഹെവി മെറ്റൽസും PDF ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശവാസികൾ കുടിക്കുന്നുണ്ട്. ലൈനിലൂടെ വരുന്ന വെള്ളമാണ് ഇപ്പം ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. പഞ്ചായത്ത് നടപടിയൊന്നും എടുക്കുന്നില്ല. അടിയന്തരമായിട്ട് രണ്ട് പഞ്ചായത്തുകൾ ജോയിൻ ചെയ്യുന്ന സ്ഥലമല്ലേ? അതെ, 2 പഞ്ചായത്ത്. അവിടെ തർക്കമുണ്ടോ? തർക്കമില്ല. ഈ സ്ഥാപനം നിൽക്കുന്നത് ചെമ്മരുതി പഞ്ചായത്തിലാണ്.
അവിടെയാണ് അവിടുന്ന് അടിയന്തരമായിട്ട് കുടിവെള്ളം കൊടുക്കാൻ ഉത്തരവുണ്ട് പൊല്യൂഷൻ കണ്ടത്. പക്ഷെ അവർ നടപ്പാക്കുന്നില്ല. രാഷ്ട്രീയ സ്വാധീനമായിരിക്കാൻ അത് എൽഡിഎഫ് എല്ലാവരും കൂടെ കൂട്ടായിട്ടുള്ളവർ തന്നെയാണ്. ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കിയത് ഒക്ടോബർ ഈ മഴ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്ത സമയത്താണ് വളരെ ഭയങ്കരമായ ദുർഗന്ധവും ഒരു ടേസ്റ്റ് വ്യത്യാസവും വന്നത്. പക്ഷെ ഇപ്പൊ 4 പേര് ഈ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ ഇന്നലെ എൻ്റെ അച്ഛൻ ഇവിടെ കോസ്മോ ഹോസ്പിറ്റലാണ് വയറിന് അസുഖമായിട്ട് വയറുവേദനയായിട്ടാണ് വർക്കല ഹോസ്പിറ്റലിൽ പോയി. അവിടെ നേരെ ICU. ഇതിപ്പോഴേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരാണ് അവിടെ കിടന്നത്. ദാരിദ്ര്യ അനുഭവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഒരിക്കലും വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ടൊന്നും ഉപയോഗിക്കാൻ നിവർത്തിയില്ല. 1 or 2 പേർക്ക് മാത്രം പണം കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. അത് ബാക്കി ഇത്രയും കുടുംബങ്ങൾ എന്ത് ചെയ്യും? ഞാനത് വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചു, അവിടെ ലൈൻ ഓപ്പറേറ്റർ വിളിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം അത് അവരുടെ കാര്യത്തിൽ കിട്ടുന്നുണ്ട്. 2 ദിവസം അപ്പോൾ നമ്മൾ ഗംഭീര ധർണ പഞ്ചായത്തിൽ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അപ്പം എവിടെ നിന്നാണോ കാരണം കണ്ടെത്തട്ടെ, അതിനുശേഷം അടിയന്തര നടപടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവർ യാതൊരു പ്രതികരണമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒന്നര മാസം അടുപ്പിച്ചായി. ഡിസംബർ 2-ാം തീയതിയാണ് നമ്മൾ ധർണ നടത്തിയത്. അപ്പോൾ പ്രസിഡന്റ് നല്ല രീതിയിലാണ് സഹകരിച്ചത് എല്ലാം ആണ്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവരെന്താ കാര്യം പറയുന്നത്? എന്താ പൊല്യൂഷൻ കൺട്രോളിൽ പോയിട്ട് വരട്ടെ, റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ട് വന്നപ്പോഴും ഇതേ അവസ്ഥയാണ്. യാതൊരു കാരണവശാലും ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ടും ഇപ്പോഴും യാതൊരു നടപടിയില്ല. പക്ഷേ പൊല്യൂഷൻ കൺട്രോൾ എന്നുള്ള ഒരു ലെറ്റർ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിക്ക് പോയി. അതായത് പൊല്യൂഷൻ കൺട്രോൾ ഇത് മലിനമാണ് എന്ന് കൺഫേം ചെയ്യുന്നു, ഹെവി മെറ്റൽസ് ഉണ്ടെന്ന് കൺഫേം ചെയ്യുന്നു. പക്ഷേ അവർ ഗ്രൗണ്ട് വാട്ടറിനോട് പറയുന്നു ഇങ്ങനെയുള്ള എന്തെങ്കിലും ഹിസ്റ്ററി ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ലാട്രൈറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഞാൻ 2 വർഷം മുമ്പ് വാട്ടർ ടെസ്റ്റ് ചെയ്ത് ഇതേ കിണർ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ pH 7.3 ആയിരുന്നു. കളക്ടർക്ക് നമ്മളൊരു പെറ്റീഷൻ കൊടുത്തു. ഇതുവരെ ആക്ഷൻ എടുത്തിട്ടില്ല. സെക്രട്ടറി ആക്ഷൻ എടുക്കാതിരുന്നുകൊണ്ട് ഓംബുഡ്സ്മാന് കംപ്ലൈന്റ് കൊടുത്തു. ഹ്യൂമൻ റൈറ്റ്സിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അത് ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് 3 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ 6 പേരാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത്. ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഞങ്ങളെ ബോധിപ്പിക്കാനുള്ള തദ്ദേശ സ്വയംഭരണ മന്ത്രിക്ക് പരാതി കൊടുത്തു. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പരാതി കൊടുത്തു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അവഗണന അല്ലെങ്കിൽ അവരുടെ തെറ്റാണ് എന്ന് കാണിച്ചുകൊണ്ട് സെൻട്രൽ പൊല്യൂഷൻ ബോർഡിന് പരാതി കൊടുക്കുന്നു. കാര്യം അവരൊരു പ്രസ്സാണെങ്കിലും ഈ പറയുന്ന 20 വർഷമായിട്ട് അവിടെ യൂസ് ചെയ്തിരുന്ന മെഷീൻസ് എന്താണെന്നോ, അവിടെ യൂസ് ചെയ്തിരുന്ന റോ മെറ്റീരിയൽസ് എന്താണെന്നോ, അവിടെ നിന്ന് വരുന്ന ഏത് വേസ്റ്റ് ആണെന്നോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വിവരാവകാശത്തിൽ എനിക്ക് അറിയില്ല എന്ന് ഉത്തരം തന്നിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോളിനോ പഞ്ചായത്തിനോ അറിയത്തില്ല അവിടെ ഇരിക്കുന്ന എക്യുപ്മെന്റ്സ് എന്താണെന്നും അതുപോലെ അവിടെ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എന്താണെന്നും. ഞാൻ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ അവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ കന്നാസിന്റെ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് ആ റോ മെറ്റീരിയൽസിൽ പറയുന്നുണ്ട് ഈ കെമിക്കൽസ് ഹ്യൂമന് എത്രത്തോളം ഡേഞ്ചറസ് ആണ്. ഞാൻ ആ കോപ്പി നിങ്ങൾക്ക് കൊടുത്ത ലെറ്റേഴ്സിന്റെ കോപ്പി തരാം. എൻ്റെ പേര് രാഹുൽ ജിത്ത്. ഞാൻ റെസിഡൻസ് അസോസിയേഷന്റെ ട്രഷററാണ്. ഞാൻ ജയസിംഹൻ. ഞാൻ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഞാൻ ഐരൂരാണ്. പിന്നെ റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ്. ഞാൻ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. പേര് രാജു.